ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു. മക്കൾക്ക് മദ്രസയിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അതാ ചായയൊക്കെ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഇതാ അവർ മദ്രസയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ രാവിലത്തെ പണിയിലാണ്. പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് കടലക്കറിയാണ് ഇട്ടൊന്ന് ഉണ്ടാക്കുന്നത്. മക്കൾ മദ്രസ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാം ഒന്ന് ടേബിളിൽ ഇതുപോലെ സെറ്റാക്കി വെക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാ ടിഫിനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കരുതും കേട്ടോ തലേ ദിവസം തന്നെ ഇത് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കണമെന്ന്. പക്ഷെ എന്താ അറിയില്ല, അധികവും മടി പിടിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ മക്കൾ എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ അവരെത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അവരെ വിടുന്ന തിരക്കിലായിപ്പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോയിട്ടോ മൂന്നാളും. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. ജയിഷ്കാന്ന് വരുമ്പോൾ ബീഫാണ് കൊണ്ടുവന്നത്. അപ്പോൾ എപ്പോഴും കറിയനെല്ലാം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാനെന്ന് വിചാരിച്ചു അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട ശേഷം കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്നത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ആക്കിയാൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനധികം കരുതും പെട്ടെന്ന് തന്നെ കറിയാക്കിയാൽ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വീണ്ടും എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നിപ്പോൾ അത് പച്ചക്കറിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെതാ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി ഭയങ്കര കാറ്റായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ശക്തിയിലാണ് ഈ കാറ്റ് വീശുന്നത്. അപ്പോൾ ശരിക്കും പേടി തോന്നിപ്പോൾ. പിന്നെ കാറ്റ് ശക്തി കൂടിയപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ ഇപ്പോൾ തന്നെ പേടിയായിട്ടോ. അങ്ങനെ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അവരൊക്കെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ കുറച്ച് മാവ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.